ശബരിമലയെ എങ്ങനെ തകർക്കാമെന്നാണ് സർക്കാർ ചിന്തിക്കുന്നതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ബിജി തമ്പി. ഭക്തിയില്ലാത്ത മന്ത്രിയും സനാതനധർമ്മത്തെ തകർക്കാൻ നോക്കുന്ന ആളുകളുമാണ് സംഗമം നടത്തുന്നത്. ഹിന്ദു സംഘടനകളുടെ എതിർപ്പാണ് സ്റ്റാലിൻ വരുന്നില്ലെന്ന തീരുമാനത്തിന് പിന്നിൽ. ബിന്ദു അമ്മിണിയടക്കം പങ്കെടുപ്പിച്ച് അശാന്തി സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. എന്തായാലും ഇങ്ങനൊരു സംഗമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്തസംഗമമല്ല. അത് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല. അത് ഒരു ഗൂഢ ഉദ്ദേശമാണ്. കാര്യം നമുക്കറിയാം, ഈ പിണറായി സർക്കാർ എന്തൊക്കെയാണ് ശബരിമലയിൽ ചെയ്തു വെച്ചെന്നുള്ളത്. ഈ യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ ഇവിടുന്ന് ഒരു രഹന ഫാത്തിമ എന്നൊരു സ്ത്രീയെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഹെൽമറ്റും ധരിപ്പിച്ച് ആ കരിമല കയറ്റി മോളിൽ കൊണ്ടുപോയി 18-ാം പടി ചവിട്ടിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് ആ തന്ത്രി കണ്ഠരര് രാജീവ് ശക്തമായ തീരുമാനമെടുത്തു. നടയടച്ചുകൊണ്ട് മാത്രം അവർക്ക് 18-ാം പടി ചവിട്ടാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് പകരമായിട്ട് വേറൊരു രാത്രിയുടെ മറവിൽ വേഷം മാറ്റി 2 സ്ത്രീകളെ, ബിന്ദു അമ്മിണി, കനകദുർഗ എന്ന് പറയുന്ന 2 സ്ത്രീകളെ രാത്രിക്ക് രാത്രി ആരും അറിയാതെ ശബരിമലയിൽ എത്തിച്ച് ആ സോപാനത്തിന് മുമ്പ് കൊണ്ടുപോയിട്ട് അവർ ആ ആചാര ലംഘനം നടത്തി. അപ്പോൾ എല്ലാം കൊണ്ടും ശ്രീ പിണറായി സർക്കാരും കൂട്ടരും വിചാരിച്ച് എല്ലാം വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങിയത്. ഈ മന്ത്രി വാസവന് ഭക്തിയുണ്ടോ? ഇദ്ദേഹം കഴിഞ്ഞ ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ ആ മകരവിളക്ക് സമയത്ത് എങ്ങനെയാണ് ആ സോപാനത്തിൽ ഭഗവാന്റെ നടയിൽ നട തുറന്നപ്പോൾ നിന്നു എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും കണ്ടതാണ്. ഭക്തി പോയിട്ട് അയ്യപ്പ വിശ്വാസം തൊട്ടുതെറിച്ചിട്ടില്ലാത്തൊരു മന്ത്രിയാണ് നിർഭാഗ്യവശാൽ നമുക്കിന്ന് ദേവസ്വം മന്ത്രിയായിട്ട് നിലവിലുള്ളത്.